ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 12ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 12ാം ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളായിട്ട് വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. 1079ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 28,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10% ഇന്ന് സിനിമയുടെ ഓക്യുപ്പൻസിയായി ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. 45,20,000 രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 80 ലക്ഷം രൂപയോളം എന്നുള്ളതാണ്. ഇന്നലെ ഏകദേശം 90 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി കേരളത്തിൽ നിന്ന് വന്നത്. ഇതോടുകൂടി തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 34-35 കോടിയിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 79.5 കോടി ഇന്നത്തോടെ കടക്കുമെന്നുള്ളത്, അതായത് നാളെ കൊണ്ട് സിനിമ 80 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ഹോൾഡാണ്. നമുക്കറിയാം ക്രിസ്മസ് സിനിമകളുടെ കുത്തൊഴുക്ക് ഇനിയും തുടങ്ങാൻ പോകുന്നു. എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളും ഒപ്പം സിനിമയുടെ ആ ഒരു രീതിയും ഒക്കെ വെച്ചിട്ട് എല്ലായിടത്തു നിന്നും പ്രശംസ ഏറ്റുവാങ്ങുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ഒരു വമ്പൻ വിജയമായി ഈ ഒരു സിനിമ മാറുകയും അടുത്ത് തന്നെ 80 കോടിയും കടന്ന് 90 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും കാത്തിരിക്കുകയാണ്. ഒരു ലോങ് ഹോളിന് വേണ്ടി മമ്മൂട്ടി കമ്പനി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് 100 കോടിയും കടന്ന് മുന്നോട്ട് പോകും. എന്നാലും ഒരു കാര്യം എടുത്ത് പറയാം, അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡും മമ്മൂട്ടി തന്നെ കൊണ്ടുപോകും. നാഷണൽ അവാർഡ് ഇക്കുറി കൊടുക്കാതിരിക്കാൻ കഴിയില്ല, അത്ര ഗംഭീര പെർഫോമൻസ് ആണ് എന്നുള്ളത് ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് കാണുന്ന എല്ലാവരും പറയുന്നു. പ്രത്യേകിച്ച് ഹിന്ദി സിനിമാ മേഖലയിൽ പോലും വമ്പൻ ചർച്ചയാവുകയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.